ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഘോഷങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ഉപരിയായി പ്രാർത്ഥനയോടെ ഈ ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഡ്വെൻറ്റ് സീസണിലെ രണ്ടാമത്തെ ആഴ്ചയിലെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഭൂമിയിലെ നീളുന്ന പോലെ ജീവിച്ച വിശുദ്ധ യൗസേ പിതാവ് നമുക്കെന്നും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്. ഈശോയെ ഒരു പോറൽ പോലും ഏൽക്കാതെ പരിപാലിക്കാൻ പരിശ്രമിച്ച ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അനുദിന ജീവിതത്തിൽ ഈശോയെ വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ നമുക്കും തുണയാകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട പോൾ കുഞ്ഞനായൽ അച്ഛനിലൂടെ വിശുദ്ധ യൗസേ പിതാവിനെ പറ്റി നാം ശ്രവിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ധാരാളമായി വന്നു നിറയുവാൻ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട നഴ്സസ് മിനിസ്ട്രി അംഗങ്ങളായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്തുമസ് മനുഷ്യ ജീവൻ്റെ ആഘോഷമാണ്. മനുഷ്യജീവൻ ജീവിക്കുവാൻ അർഹതയുള്ളതാണെന്നും മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകുന്നുവെന്നും മനുഷ്യകുലത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതാണ് ക്രിസ്തുമസ്. ജീവൻ്റെ ഉത്ഭവം മുതൽ അതിനെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും മരണം വരെ അനുഗമിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നേഴ്സുമാരായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷം കൂടിയാണല്ലോ ക്രിസ്തുമസ്. നാം എല്ലാ ദിവസവും പലതവണ ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനായി സ്വപുത്രനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചതിനെയാണ് ക്രിസ്തുമസിൽ നാം അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാൻ ദൈവത്തോട് സഹകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേ പിതാവും. ദൈവ പദ്ധതിയോടുള്ള അവരുടെ സഹകരണമാണ് ക്രിസ്തുമസ് ലോകത്തിന് അനുഭവവേദ്യമാക്കി മാറ്റിയത്. ഇതിലേറ്റവും പ്രധാനം പരിശുദ്ധ കന്യകാമറിയം ദൈവത്തോട് നടത്തിയ സഹകരണമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനമനുസരിച്ച് ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുമ്പോൾ കന്യകാമറിയം ദൂതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ സഖറിയ ദൈവദൂതനോട് ചോദിക്കുന്ന ചോദ്യവുമായി ഇതിനെ ചേർത്ത് വായിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ സഖറിയ ദൂതനോട് ചോദിക്കുകയാണ്, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദേവാലയത്തിലെ പുരോഹിതനായ സഖറിയ തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിലും ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുവാൻ മാത്രം ശക്തിയുള്ളവനാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ അറിയുമെന്ന് സഖറിയ ദൂതനോട് ചോദിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനായ സഖറിയായിക്ക്
ഇസ്രായേലിൻ്റെ ചരിത്രം വളരെ നന്നായി അറിയാവുന്നതാണ്. കാരണം ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. അവർ ദൈവത്തിൻ്റെ നിയമം കൃത്യമായി പഠിക്കുന്നവരും അത് ജനങ്ങളെ പഠിപ്പിക്കുന്നവരുമാണ്. സഖറിയായിക്ക് അബ്രാഹത്തിൻ്റെ ചരിത്രം അറിയാം. അബ്രാഹം വൃദ്ധനായ അവസ്ഥയിലാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇസഹാക്കിനെ പുത്രനായി നൽകുന്നതെന്ന് സഖറിയായിക്ക് വ്യക്തമായി അറിയാം. അതുപോലെ ഹന്നായുടെയും യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെയും ഒക്കെ ചരിത്രം സഖറിയായിക്ക് വളരെ നന്നായി അറിയാം. എന്നാൽ ഇതെല്ലാം സഖറിയായുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ്. അത് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം കടന്നു വരുമെന്നും തനിക്ക് ഒരു പുത്രനെ നൽകുമെന്നും വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത്. അതായത് സഖറിയ ദൂതനോട് ചോദിക്കുന്ന ചോദ്യം, ഇത് ഞാൻ എങ്ങനെ അറിയുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത കാര്യമായിരുന്നു ദൂതൻ പറഞ്ഞത്. അതിനോടുള്ള സഖറിയായുടെ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ പ്രതിഫലിക്കുന്നത്. എന്നാൽ ദൂതൻ സഖറിയായെ മൗനിയാക്കി മാറ്റുമ്പോൾ ദൈവം സഖറിയായുടെ ജീവിതത്തിൽ ഇടപെടുവാനായി ശക്തനാണ് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൗനിയായി മാറിയ സഖറിയ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും എലിസബത്ത് ഗർഭം ധരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ദൂതനോട് ചോദിച്ച ചോദ്യം ഇത് ഞാൻ എങ്ങനെ അറിയുമെന്നല്ല, ഇത് എങ്ങനെ സംഭവിക്കുമെന്നാണ്. അതായത് ദൈവഹിതം നിറവേറുവാനായി, മിശിഹ പിറക്കുവാനായി താൻ എങ്ങനെയാണ് ദൈവത്തോട് സഹകരിക്കേണ്ടത്? ഇതാണ് മറിയത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് മറുപടി പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. മറിയം ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തിയ ഈ മഹാരഹസ്യത്തിന് മുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവഹിതം നിറവേറുവാനായി മറിയം തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ സഖറിയായിക്കുണ്ടായതുപോലെ തന്നെ മറിയത്തിനും അവളുടെ ഗ്രഹണശക്തിക്ക് അതീതമായ കാര്യമായിരുന്നു ഗബ്രിയേൽ ദൂതൻ അവളോട് പറഞ്ഞത്. പക്ഷേ മറിയം ദൈവ പദ്ധതിക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. തൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യമായിരുന്നിട്ട് പോലും ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മറിയം ആത്മസമർപ്പണം നടത്തി. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് മറിയത്തിന് ഒരുപക്ഷെ അറിയാമായിരുന്നിരിക്കണം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതിനാൽ യൗസേപ്പ് അറിയാതെ താൻ ഗർഭിണിയാവുകയാണെങ്കിൽ സമൂഹത്തിൽ പരിഹാസപാത്രമാകുമെന്നും തൻ്റെയും ശിശുവിൻ്റെയും ജീവിതം അപകടത്തിലാകുമെന്നും മറിയത്തിന് തീർച്ചയായും അറിയുമായിരുന്നിരിക്കണം. പക്ഷേ തൻ്റെ ബുദ്ധിക്ക് അതീതമായ ഈ രഹസ്യത്തിന് മുൻപിലും മറിയം തന്നെ തന്നെ ദൈവ പദ്ധതിക്ക് സമർപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ഇടപെടുവാനും മനുഷ്യരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നേഴ്സസ് മിനിസ്ട്രി അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും ഓരോ സ്പർശനത്തിലൂടെയും ഓരോ സാന്നിധ്യത്തിലൂടെയും ഈശോയെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിയെ ഇതെങ്ങനെ സാധിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ അത് എടുക്കും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഒരുപക്ഷെ വരുമായിരിക്കാം. പക്ഷേ അത്തരം വേളകളിൽ മറിയത്തെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. തികച്ചും ബലഹീനരായ നിസാരരായ കഴിവുകളില്ലാത്ത നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. പക്ഷേ അതിനാവശ്യമായത് പരിശുദ്ധ കന്യകാമറിയം ചെയ്തതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു കൊടുക്കാനുള്ള സന്നദ്ധതയാണ്. നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. ക്രിസ്തുമസിനെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വീക്ഷണത്തിൽ നിന്നും ധ്യാനിക്കുക വളരെ സഹായകമാണ്. യൗസേപ്പിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വർഷം ഈ ഡിസംബർ 8-ാം തീയതി സമാപിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യൗസേപ്പിതാവിനെ പിതാവായ ദൈവത്തിൻ്റെ നിഴലെന്ന് പറഞ്ഞുകൊണ്ടാണ് പാത്രിസ് കോർദെ എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ അവതരിപ്പിക്കുന്നത്.
പിതാവായ ദൈവത്തിൻ്റെ ഭൂമിയിലെ നിഴലായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ നിഴലായി മാറുക യൗസേ പിതാവിന് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യൗസേ പിതാവ് കടന്നുപോയ മാനസിക അവസ്ഥയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ചിന്താകുലനായ യൗസേ പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. യഹൂദ പശ്ചാത്തലത്തിൽ യൗസേ പിതാവിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം യഹൂദ നിയമം വിവാഹത്തെക്കുറിച്ചും അതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിൽ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ കന്യകാത്വം പ്രതിഷ്ഠിതവരൻ അറിയാതെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവൾ കടന്നു പോകേണ്ട ശിക്ഷാരീതിയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദ നിയമങ്ങൾ ബൈബിളിന് വെളിയിലുള്ള യഹൂദ ഗ്രന്ഥങ്ങളിലും നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം യഹൂദരുടെ വാചിക നിയമങ്ങൾ പിൽക്കാലത്ത് എഴുതപ്പെട്ട മിഷ്ന എന്ന പേരുള്ള ഗ്രന്ഥമാണ്. അതിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെയുള്ള വളരെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു നിയമ സംഹിതയുടെ ഭാഗമായിരുന്നു. അതായത് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ വിവാഹമോചനം നേടിയേ തീരൂ. വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കർമ്മമായിരുന്നു. മറിയം താനറിയാതെ ഗർഭിണിയായതിനാൽ അവളെ വിവാഹം കഴിക്കുക യൗസേ പിതാവിനെ സംബന്ധിച്ച് അസാധ്യമായിരുന്നു. എന്നാൽ അതേസമയം മറിയത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ യൗസേ പിതാവിന് അനുവാദമുണ്ടായിരുന്നുള്ളൂ യഹൂദ നിയമമനുസരിച്ച്. അതുകൊണ്ട് മറിയത്തെ ഉപേക്ഷിക്കുവാൻ യൗസേ പിതാവ് നിർബന്ധിതനാവുകയാണ്. അങ്ങനെ മറിയത്തെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ 2 മാർഗങ്ങളാണ് യൗസേ പിതാവിന് മുൻപിലുണ്ടായിരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ അത് നമ്മോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനാണ് യൗസേ പിതാവ് തീരുമാനിച്ചത്. നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് പരസ്യമായി ഉപേക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അവിശ്വസ്തയായി കരുതപ്പെടുകയാണെങ്കിൽ അവളെ പട്ടണത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് അവളെ കൊണ്ടുവന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അവളുടെ കുറ്റം തെളിയിച്ച് ആ തിന്മ യഹൂദർക്കിടയിൽ നിന്ന് നീക്കിക്കളയുവാനായി അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു നിയമം. അത് പരസ്യമായ വിവാഹമോചനമാണ്. ഈ പരസ്യമായ വിവാഹമോചനം അവസാനിക്കുന്നതാകട്ടെ തെറ്റിലകപ്പെട്ടു എന്ന് കരുതുന്ന പെൺകുട്ടിയെ വധിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ യൗസേ പിതാവിനെക്കുറിച്ച് മത്തായി സുവിശേഷകൻ പറയുന്നത് മറിയത്തെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാണ്. മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന യൗസേ പിതാവ് മറിയത്തിൻ്റെ മാനത്തിന് തൻ്റെ മാനത്തേക്കാൾ വില കൽപ്പിച്ചവനാണ്. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലും അത്ര രഹസ്യത്തിലുള്ള ഉപേക്ഷിക്കലായിരുന്നില്ല. മിഷ്ന വ്യക്തമാക്കുന്നതനുസരിച്ച് വിവാഹ നിശ്ചയത്തിൽ നിന്ന് പ്രതിശ്രുതവരൻ പിന്മാറുകയാണെങ്കിൽ 2 സാക്ഷികളെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ വിവാഹമോചന പത്രം എഴുതി ഒപ്പുവെച്ച് നഷ്ടപരിഹാരത്തോടുകൂടി അത് പെൺകുട്ടിയുടെ പിതാവിനും കുടുംബത്തിനും ഏൽപ്പിച്ച് നൽകണമായിരുന്നു. ഇങ്ങനെ വിവാഹമോചനം നൽകുമ്പോൾ വ്യക്തമാകുന്ന കാര്യം പെൺകുട്ടിയുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് തൻ്റേതായ വ്യക്തിപരമായ കാരണത്താലാണ് ഈ പ്രതിശ്രുതവരൻ അവളെ ഉപേക്ഷിക്കുന്നത് എന്നാണ്. അതായത് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ യൗസേ പിതാവ് തീരുമാനിക്കുമ്പോൾ താൻ അവളെ ഉപേക്ഷിക്കുന്നത് അവളുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് തൻ്റെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് എന്നാണ് യൗസേ പിതാവ് സ്ഥാപിക്കുന്നത്. അങ്ങനെ സ്വയം അവമാനം ഏറ്റെടുത്തുകൊണ്ട് യൗസേ പിതാവ് മറിയത്തെ അവളുടെ മാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ യൗസേ പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിണത ഫലങ്ങളെക്കുറിച്ചും നാം അറിയേണ്ടതായിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് നല്ല ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്തോ കാരണത്താൽ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ച വ്യക്തിയാണ് ഇയാൾക്ക് പിന്നെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കുക ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. പക്ഷേ തൻ്റെ മുമ്പിലുള്ള ഭാവി എങ്ങനെയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, മറിയത്തിൻ്റെ അഭിമാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യൗസേ പിതാവ് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. യൗസേ പിതാവിൻ്റെ ഈ ആത്മസമർപ്പണമാണ് ലോകത്തിന് ക്രിസ്തുമസ് ലഭിക്കുവാൻ ഇടവരുത്തിയത്. തൻ്റെ വെറുമൊരു സ്വപ്നത്തിൽ ഒരു ദൈവിക ദൂതൻ വഴി ലഭിച്ച അരുളപ്പാടനുസരിച്ച് യൗസേ പിതാവ് മറിയത്തെ തൻ്റെ വധുവായി സ്വീകരിക്കുകയാണ്. ദൈവിക വെളിപാടിനോടുള്ള വലിയ തുറവി യൗസേ പിതാവിനുണ്ടായിരുന്നു. അത് വെറുമൊരു സ്വപ്നത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അത് സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും യൗസേ പിതാവിന് സാധിച്ചു. തുടർന്ന് വിശുദ്ധ മത്തായിയുടെ തന്നെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ യൗസേ പിതാവിൻ്റെ അനുസരണത്തെക്കുറിച്ച് സുവിശേഷകൻ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് അക്ഷരം പ്രതി പ്രവർത്തിക്കുന്ന യൗസേ പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവഹിതം തിരിച്ചറിയുവാനും അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കുവാനും യൗസേ പിതാവ് സന്നദ്ധനായപ്പോൾ അദ്ദേഹം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിലെ നിഴലായി മാറി. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഒരു വ്യക്തിയും ജന്മം കൊണ്ട് പിതാവാകുന്നില്ല എന്നാണ്, മറിച്ച് കർമ്മമാണ് ഒരു വ്യക്തിയെ പിതാവാക്കി മാറ്റുന്നത്. യൗസേ പിതാവ് രക്ഷകൻ്റെ പിതാവായി മാറിയത് തൻ്റെ ജീവിതം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനായി സമർപ്പിച്ചു കൊടുത്തപ്പോഴാണ്. ദൈവം വഴി നടത്തിയതുപോലെ യൗസേ പിതാവ് പ്രവർത്തിക്കുമ്പോൾ ഭൂമിയിലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലായി യൗസേ പിതാവ് മാറി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെ അവരെ ശുശ്രൂഷിക്കുന്നവരാണ് നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് മുമ്പിൽ ദൈവം നൽകുന്ന വലിയൊരു വെല്ലുവിളി നിങ്ങൾക്ക് പിതാവായ ദൈവത്തിൻ്റെ നിഴലായി മാറുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഓരോ ക്രിസ്മസ് ആഘോഷവും അർത്ഥവത്തായി മാറുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് പിറക്കുവാനും ജീവിക്കുവാനും സാധിക്കുമ്പോഴാണ്. അവിടെ നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ പിറക്കുവാൻ സാധിക്കണമെങ്കിൽ സ്നാപക യോഹന്നാൻ പറയുന്നത് പോലെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനം. നമ്മിലെ അഹം കുറഞ്ഞ് അവിടെ ദൈവപുത്രന് ജന്മമെടുക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും കൂദാശകളിലുള്ള ഭാഗഭാഗിത്വവും തീർച്ചയായും അതിന് നമ്മെ സഹായിക്കും. നമ്മുടെ കൂദാശകളിലെ ഭാഗഭാഗിത്വവും പ്രാർത്ഥനാ ജീവിതവും തീർച്ചയായും അതിന് നമ്മെ സഹായിക്കും. ഓരോ പ്രാവശ്യവും പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അപൂർണതകളും ദൈവത്തിൻ്റെ നിറവുമാണ് നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടത്. നമ്മുടെ കുറവുകൾ നമ്മെ ഭയപ്പെടുത്തേണ്ടതായിട്ടില്ല, മറിച്ച് ദൈവത്തിൻ്റെ നിറവ് നമ്മിലെ കുറവുകളെ ഇല്ലാതാക്കുമെന്നുള്ള വലിയൊരു വിശ്വാസത്തിലേക്കാണ് അത് നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, പാപമേറിയെടുത്ത് കൃപ മേൽക്കുമേൽ വർദ്ധിച്ചുവെന്ന്. നമുക്ക് എന്തുമാത്രം കുറവുകളുണ്ടോ അതനുസരിച്ച് നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നിറവ് പ്രവേശിച്ച് നമ്മിൽ ദൈവകൃപ കൊണ്ട് നിറയും. ഉണ്ണീശോയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തൻ്റെ ഉദരത്തിൽ ജനിച്ച ശിശുവിന് ജീവൻ നൽകുവാനായി ജീവനർപ്പിച്ച 21-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധയായ വിശുദ്ധ ജാന്ന ബെറേറ്റ മോള എന്ന വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കുന്നത് വളരെയധികം സഹായകരമാണ്. 1922 ജനിച്ച് 1962 മരിച്ച വെറും 40 വർഷം മാത്രം ജീവിച്ച ഒരമ്മയായിരുന്നു ജാന്ന. അവൾ 3 മക്കളുടെ അമ്മയായിരുന്നു. 4ാമത്തെ ശിശുവിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഡോക്ടർമാർ അവളുടെ ഗർഭപാത്രത്തിൽ ഫീബ്രോസിസ് എന്ന രോഗാവസ്ഥ രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഡോക്ടർമാർ ജാനയ്ക്ക് നൽകിയ തീരുമാനം ഒന്നുകിൽ ഗർഭചിത്രം അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ ട്യൂമർ എടുത്തു കളയുക, അതുമല്ലെങ്കിൽ ഗർഭചിത്രത്തിനോ ഓപ്പറേഷനോ വിധേയമാകാതെ ശിശുവിന് ജന്മം നൽകുക. പക്ഷേ 3ാമത്തേത് വളരെ അപകടകരമാണ്. ഒരുപക്ഷെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവൻ ഒരുപോലെ അപകടത്തിലായേക്കാം. ഒരു പീഡിയാട്രീഷ്യനായിരുന്ന ജാന്നയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞ ഈ ഓപ്ഷനുകളുടെ അർത്ഥം കൃത്യമായി അറിയാമായിരുന്നു.
അമ്മയുടെ ജീവന് ഗൗരവതരമായ പ്രത്യാഘാതമുണ്ടാകുന്ന വേളയിൽ കത്തോലിക്ക സഭ തന്നെ ഗർഭഛിദ്രം അനുവദിക്കുന്നുണ്ടെന്നും ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് തൻ്റേതിനേക്കാൾ വില കൽപ്പിച്ച ആ അമ്മ ഗർഭാവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1962 വലിയ ശനിയാഴ്ച അവൾ തൻ്റെ 4ാമത്തെ ശിശുവിന് ജന്മം നൽകുകയാണ്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ആ അമ്മ മൃതിയടയുകയാണ്. അങ്ങനെ തൻ്റെ ശിശുവിന് ജന്മം നൽകുവാനായി തീരുമാനമെടുത്ത ആ അമ്മ പറഞ്ഞത്, എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ ഉണ്ണീശോയുടെ സാദൃശ്യത്തെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടവരുത്തുകയില്ല എന്നാണ്. തൻ്റെ കുഞ്ഞിന് ജീവനും ജന്മവും നൽകാനായി ആ അമ്മ തൻ്റെ ജീവൻ ബലികഴിക്കുകയാണ്. ആ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച എലിസബത്ത് എന്ന പേരുള്ള ബ്രസീൽക്കാരിയായ ഒരു സ്ത്രീ അവരുടെ ഗർഭാവസ്ഥയിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഗർഭത്തിലെ പ്ലാസന്റയിൽ വിടവുണ്ടായി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഗർഭം 16 ആഴ്ചയിലേ എത്തിയിരുന്നുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞു ഈ ഗർഭം മുന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ എലിസബത്ത് താൻ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജാന്നയിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇവൾ എന്നെ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. യാതൊരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള ശിശുവിന് ജന്മം നൽകുവാൻ എലിസബത്തിന് സാധിച്ചു. തൻ്റെ ജീവൻ ബലി കഴിച്ചുകൊണ്ട് ഒരു ജീവന് ജന്മം നൽകിയ ജാന്ന അവളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പോലും അനുഗ്രഹം നൽകുന്ന വലിയൊരു ദൈവിക നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓരോ ജീവനും ഭൂമിയിൽ ജന്മമെടുക്കുന്നത് വളരെയധികം വേദനകൾ കൊണ്ടാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ അത് പുതിയ ജീവനും പുതിയ ഫലത്തിനും അവസരം നൽകും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുകയാണ്. ഓരോ മനുഷ്യ ശിശുവും വളരെ നിസ്സഹായ അവസ്ഥയിലേക്കാണ് പിറന്നു വീഴുന്നതെന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണല്ലോ. അതിന് എല്ലാ കാര്യത്തിനും പരസഹായം വേണം. ഈ ശിശുവിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ശിശു വളർന്ന് ഒരു പരിപൂർണ മനുഷ്യ വ്യക്തിയായി മാറുന്നത്. എന്നാൽ തങ്ങളുടെ ശിശുക്കളെ വളർത്തിയതിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പിന്നീട് ഒരു മാതാപിതാക്കളും പരാതി പറയുകയോ പരിഭവം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം വളർന്നു വരുന്ന ഈ ശിശു അവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ്. ഇവിടെ അവരുടെ ത്യാഗം സ്നേഹത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് അത് മൂല്യമുള്ളതായി മാറുന്നത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ അതിമനോഹരമായ ഒരു സംഭവമുണ്ട്. മദറിൻ്റെ ജീവചരിത്രത്തിൽ അത് വ്യക്തമായി നാം കാണുന്നുണ്ട്. ഒരു ക്രിസ്മസ് കാലം കൽക്കട്ടയിലെ ചേരികളൊന്നിൽ ജീവിച്ചിരുന്ന ഒരു ബാലന് ഒരു ക്രിസ്മസ് കേക്ക് ലഭിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അവൻ തൻ്റെ അമ്മയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. എന്നാൽ അമ്മ പറഞ്ഞു, നമുക്ക് അന്നത്തെ അപ്പത്തിനുള്ള വക പോലും കഷ്ടിച്ചാണ് സമ്പാദിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്മസ് കേക്ക് ലഭിക്കുക എന്നത് അസാധ്യമായാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ബാലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ അമ്മയെ കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ഒടുവിൽ അവൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, ദൈവം നിനക്ക് ക്രിസ്മസ് കേക്ക് തരും. തൻ്റെ അമ്മ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഈ ബാലൻ ദൈവം തനിക്ക് ക്രിസ്മസ് കേക്ക് തരുന്നതും കാത്ത് ഇങ്ങനെ നടക്കുകയാണ്. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ കൂടി അവൻ നടന്നു. ഒടുവിൽ മനോഹരമായ ക്രിസ്മസ് കേക്കുകൾ അലങ്കരിച്ചു വെച്ചിരുന്ന ഒരു ബേക്കറിക്ക് മുമ്പിൽ അവനെത്തി. അവിടെ ആ കേക്കുകളിലേക്ക് നോക്കി അമ്മ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് അവനങ്ങനെ നിന്നു. ദൈവം തനിക്ക് ക്രിസ്മസ് കേക്ക് തരും. അപ്പോഴാണ് മദർ തെരേസ തൻ്റെ ഒരു സഹോദരിയോട് കൂടി തൻ്റെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേക്ക് വാങ്ങുവാനായി ആ ബേക്കറിയിലേക്ക് വന്നത്. തനിക്ക് ആവശ്യമുള്ള കേക്കുകളൊക്കെ വാങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ ഈ ബേക്കറിയിലേക്ക് ആഗ്രഹത്തോടെ നോക്കി നിൽക്കുന്ന ഈ ബാലനെ കാണുകയാണ്. അമ്മ സ്നേഹത്തോടെ ആ ബാലനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കേക്കുകളിലൊന്ന് ആ ബാലന് കൊടുത്തു. ആ ബാലൻ നിഷ്കളങ്കതയോടെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങളാണോ ദൈവം?
മദർ തെരേസയുടെ മുഖത്ത് നോക്കി ആ ബാലന് നിങ്ങളാണോ ദൈവമെന്ന് ചോദിക്കാൻ സാധിച്ചു. ഓരോ ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കിയും ഇതേ ചോദ്യം ആവർത്തിക്കുവാൻ ലോകത്തിലെ എല്ലാ നാനാജാതി മതസ്ഥരായ സഹോദരീ സഹോദരന്മാർക്കും സാധിക്കണം. ക്രിസ്തുവിനെ സംലഭ്യമാക്കുന്ന രീതിയിൽ നമ്മളുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തു ഭൂജാതനാവുകയുള്ളൂ. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഹത്തെ വേണ്ടെന്ന് വയ്ക്കുവാൻ, നമ്മുടെ സ്വാർത്ഥതയെ വേണ്ടെന്ന് വയ്ക്കുവാൻ, നമ്മിലെ കുറവുകളെ അതിജീവിക്കുവാൻ ഒരു നിതാന്ത ജാഗ്രത നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇന്ന് ഈശോയെ ഏറ്റവും ശക്തമായ രീതിയിൽ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് കണ്ണുകളില്ല. കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോയുടെ കണ്ണുകളായി മാറുക എന്നുള്ളതാണ് ദൗത്യം. വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് കരങ്ങളില്ല, കാതുകളില്ല, ചെവികളില്ല, വായില്ല. വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളൊന്നും തന്നെയില്ല. ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളായി മാറുവാൻ വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെതായ അവയവങ്ങളൊന്നും തന്നെയില്ല. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ അവയവങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും പ്രസക്തമായി മാറുന്നത് ഈശോയുടെ ഉപകരണമായി മാറുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. നമ്മിലെ നാം ഇല്ലാതായി മാറി അവിടെ ഈശോ ജന്മമെടുക്കണം. ഈ ക്രിസ്മസ് കാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇങ്ങനെ ക്രിസ്തുവിന് പിറക്കാനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നസ്രത്തിൽ പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത സ്വീകരിച്ച സ്ഥലത്ത് ഇന്ന് അതിമനോഹരമായ ബസലിക്കയുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബസലിക്ക. അവിടെ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത നൽകുന്നത് മറിയത്തിൻ്റെ ഭവനത്തോട് ചേർന്നുണ്ടായിരുന്ന ഒരു ഗ്രോട്ടോയിലാണ്. ആ ഗ്രോട്ടോയുടെ മുകളിലാണ് ഈ മംഗളവാർത്തയുടെ ബസലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗ്രോട്ടോയ്ക്കുള്ളിലെ അൾത്താരയിൽ ലത്തീൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു, വെർബും കാരോ ഫാക്തും എസ്ത്. ഇവിടെ വചനം മാംസമായി മാറി. പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത സ്വീകരിച്ച സ്ഥലത്ത് വചനം മാംസമായി മാറി എന്ന് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഈശോയ്ക്ക് പിറവി നൽകുവാനായി സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം വചനം മാംസമായി മാറിയതായി മാറും. അതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. വചനം മാംസമായി മാറാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ. അതിനാവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പോൾ കുഞ്ഞിനായ അച്ഛനിലൂടെ വിശുദ്ധ ഔസേപിതാവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവാത്മാവിനോട് നമുക്ക് നന്ദി പറയാം. ജീവിതാവസാനം വരെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപിതാവ് നമുക്കെന്നും തുണയായി തീരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.